ഓക്കെ, സോ ഹലോ എവരി വൺ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റും അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. സോ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റ് എന്ന് പറയുന്നത് ഫിസിയോളജിയിലെ പേപ്പർ 2 ഒരു എസ്സേ ടോപ്പിക്കായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ആൻഡ് ജനറലി ഇപ്പോൾ എസ്സേസ് സബ് ക്വസ്റ്റ്യൻസ് പോലെ വരുന്നതുകൊണ്ട് കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റ് ആയിട്ടല്ല ചോദിക്കുക. ഇപ്പോൾ ഹ്യൂമൻ എലമെൻറ്റ് ഡിഫറൻസസ് അല്ലെങ്കിൽ ഹ്യൂമൻ ഫീച്ചേഴ്സിൻ്റെ ഫിസിയോളജിക്കൽ ബേസിസ്, ഡയഗ്നോസിസ്, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മളിതെല്ലാം ഈ ഹെമിപ്ലീജിയ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനിടയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് വൺ, എന്താണ് കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് ആൻഡ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട്? So we have two types of corticospinal tract: lateral corticospinal tract and anterior corticospinal tract. The lateral corticospinal tract constitutes about 80% of the total corticospinal tract, and then there is anterior corticospinal tract which constitutes about 20%. Okay, അപ്പോൾ ഈ lateral corticospinal tract എന്ന് പറഞ്ഞാൽ skilled voluntary activitiesനെയാണ് കൺട്രോൾ ചെയ്യുക, whereas anterior corticospinal tract controls posture. ഇനി ഒറിജിൻ, ഇപ്പോൾ ചിലപ്പം 10 മാർക്സിന് സിംപ്ലി ഒറിജിൻ, ടെർമിനേഷൻ, കോഴ്സ് ഓഫ് കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ചോദിക്കുവാണെങ്കിൽ ഈ പോയിന്റ്സ് എല്ലാം എഴുതി ഡയഗ്രാം വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിലാണെങ്കിൽ ഒറിജിൻ എവിടെ നിന്നാണ്? പ്രൈമറി മോട്ടർ കോർട്ടെക്സ് എന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സെൽസിൻ്റെ പേരാണ് ബെറ്റ് സെൽസ് എന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിരമിഡൽ സെൽസ് എന്നും പറയാം. അതർ ഏരിയാസ് അവിടെ നിന്ന് മാത്രമല്ല, അതർ ഏരിയാസ് ഇതൊക്കെയാണ്: പ്രീ മോട്ടർ കോർട്ടെക്സ്, സപ്ലിമെൻ്ററി മോട്ടർ ഏരിയ, പെരൈറ്റൽ കോർട്ടെക്സ്, പ്രൈമറി സൊമാറ്റോസെൻസറി കോർട്ടെക്സ്, ഇവിടെ നിന്നെല്ലാം വരുന്നുണ്ട്. ഇനി കോഴ്സ് പറയുമ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് മാത്രമല്ല, ഈ ഡയഗ്രാം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഡയഗ്രാം നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. കോഴ്സ് എന്ന് പറഞ്ഞത് എവിടെ നിന്നാണ് വരുന്നത്? ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് കോർട്ടെക്സിൻ്റെ പല ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇവിടെ നിന്നെല്ലാം വന്ന് ഇതെന്ത് ചെയ്യും? പല ഏരിയാസിൽ നിന്ന് ഇങ്ങനെ വരിക. പല ഏരിയാസിൽ നിന്ന് വന്ന് ഒരു ഫാൻ പോലെ സ്പ്രെഡ് ഔട്ട് ചെയ്താണ് വരുന്നത്. ആ ഫാനിൻ്റെ പേരാണ് കൊറോണ റേഡിയേറ്റ. അങ്ങനെ കൊറോണ റേഡിയേറ്റായി വന്ന് അവർ അവസാനം പല ഏരിയാസിൽ വന്ന് ഇവർ എന്ത് ചെയ്യും? വളരെ ചെറിയൊരു ഏരിയയിലേക്ക് സ്ക്വീസ് ഔട്ട് ചെയ്യും. ആ ചെറിയ ഏരിയയുടെ പേരാണ് ഇൻറ്റേർണൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ ക്യാപ്സ്യൂൾ ദെൻ ഇറ്റ് ഗോസ് ടു മിഡ് ബ്രെയിൻ്റെ അവിടെ നിന്ന് പോൺസിൻ്റെ അവിടെ നിന്ന് മെഡുല. അപ്പോൾ മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല ഇവിടെ നിന്ന് എത്തുമ്പോൾ ക്രേനിയൽ നെർവ് ന്യൂക്ലിയയ്ക്ക് ഫൈബേഴ്സ് പോവും. ആൻഡ് ഫോർ എക്സാമ്പിൾ മിഡ് ബ്രെയിൻ എന്നാണെങ്കിൽ 3-4 ക്രേനിയൽ നെർവ്സിന് പോവും. പോൺസിനാണെങ്കിൽ 5-6-7 ക്രേനിയൽ നെർവ്സിന് പോകും. അങ്ങനെ ക്രേനിയൽ നെർവ് ന്യൂക്ലിയയ്ക്ക് പോകുന്ന നെർവ്സിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ആ ട്രാക്റ്റിൻ്റെ പേരാണ് കോർട്ടിക്കോ ബൾബാർ ട്രാക്റ്റ് എന്ന് പറയും. ഓക്കെ, ഫൈനലി ഇത് മെഡുലയിൽ എത്തും. മെഡുലയുടെ പിരമിഡ് എത്തും. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 80% ഫൈബേഴ്സ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യും. ഓക്കെ, 80% ഫൈബേഴ്സ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യും. വേറെ 20% ഫൈബേഴ്സ് വിൽ ഡിസെൻഡ് ഡൗൺ ഇൻ ദി ഇപ്സിലാറ്ററൽ സൈഡ് ഇറ്റ്സെൽഫ്. അറ്റ് സെയിം സൈഡിലേക്ക് തന്നെ താഴേക്ക് ഡിസെൻഡ് ഡൗൺ ചെയ്യും. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യുന്ന, പിന്നെ ലാറ്ററൽ ഫിനിക്കുലസ് സ്പൈനൽ കോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടിന്യൂ ചെയ്യുന്ന ട്രാക്റ്റാണ് ലാറ്ററൽ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട്. വെറസ് സെയിം സൈഡിൽ ആൻറ്റീരിയർ ഫിനിക്കുലസിലൂടെ പോകുന്നതാണ് ആൻറ്റീരിയർ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡയഗ്രം നോക്കുവാണെങ്കിൽ കണ്ടോ, കോർട്ടെക്സിൻ്റെ പല ഏരിയാസിൽ നിന്ന് വരുന്നു. അവിടെ നിന്ന് കൊറോണ റേഡിയേറ്റ് ആയി ഫൈനലി ഇൻറ്റേർണൽ ക്യാപ്സ്യൂളിലേക്ക് അവർ കൺവേർജ് ചെയ്യുന്നു. മിഡ് ബ്രെയിനിലേക്ക് ഉണ്ടോ 3-4 ക്രേനിയൽ നെർവ്സിന് പോകുന്നുണ്ട്. സിമിലർലി പോൺസിന് അഗെയിൻ 5-6-7 ക്രേനിയൽ നെർവ്സിന് പോകുന്നുണ്ട്. കോർട്ടിക്കോ ബൾബാർ ട്രാക്ട്. മെഡുലയിലും അഗെയിൻ റിമൈനിങ് ക്രേനിയൽ നെർവ്സിന് പോകും. പിന്നെ അവിടെ യു ക്യാൻ സി 80% ഫൈബേഴ്സ് ആർ ക്രോസിംഗ് ടു ദി ഓപ്പോസിറ്റ് സൈഡ്, കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ ലാറ്ററൽ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട്. വേറെ സെയിം സൈഡിൽ യു ഹാവ് ദ ആൻറ്റീരിയർ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട്. അപ്പോൾ ഇതിൽ ഈ ഫിഗർ ഇതുപോലെ തന്നെ വരയ്ക്കണം. അതായത് ഇപ്പോൾ യു ക്യാൻ സി സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇനി ആരോ ഹെഡ് ഇല്ല, അത് ഇറ്റ് ഷോസ് റിലേ ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വരയ്ക്കണം. ഓക്കെ, സിംപ്ലി ലൈനായിട്ട് ഡ്രോ ചെയ്യാതെ ഈച്ച് സെൻറ്ററിലും ആ റിലേ ഓഫ് ഇൻഫർമേഷൻ കറക്റ്റായിട്ട് തന്നെ നമ്മൾ വരയ്ക്കണം. ആൻഡ് ഓൾസോ ദിസ് ഷുഡ് ബി വെൽ ലേബിൾഡ്. അപ്പോൾ എങ്ങനെ വരച്ചാൽ ഒരു പേപ്പർ എടുത്ത് ഒന്നെങ്കിൽ ഫോൾഡ് ദ പേപ്പർ ഇൻ ഹാഫ്, അല്ലെങ്കിൽ ഒരു ലൈൻ സെൻറ്ററിൽ വരച്ച് അങ്ങനെ വേണം നമ്മൾ ഒരു ട്രാക്റ്റ് വരയ്ക്കാൻ. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് അതിൻ്റെ കോസ് എന്ന് പറയുന്നത്. ടെർമിനേഷൻ ആണെങ്കിൽ ഈ ലാറ്ററൽ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റ് പോയി ടെർമിനേറ്റ് ഡിസ്റ്റൽ ലിംബ് മസിൽസിലായിരിക്കും. ആൻറ്റീരിയർ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റ് ആണെങ്കിൽ ആക്സിയൽ മസിൽസിലും പ്രോക്സിമൽ ലിംബ് മസിൽസിലും. അപ്പോൾ തന്നെ ഇവർ ടെർമിനേഷൻ കൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ ഫംഗ്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കും, അല്ലേ? ഇപ്പോൾ ലാറ്ററൽ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റ് ഡിസ്റ്റൽ ലിംബ് മസിൽസിന് സപ്ലൈ ചെയ്യണമുണ്ട്. ഡിസ്റ്റൽ ലിംബ് മസിൽ നമ്മുടെ ഫിംഗേഴ്സ് കൊണ്ട് ചെയ്യുന്ന വർക്ക്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കും. സോ ദാറ്റ്സ് എ സ്കിൽഡ് ആക്ടിവിറ്റി, അല്ലേ? അപ്പോൾ സ്കിൽഡ് വോളണ്ടറി മൂവ്മെൻ്റ് ആയിരിക്കും അത്. അതേസമയം ആൻറ്റീരിയർ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റ് പ്രോക്സിമൽ ലിംബ് മസിൽസിനും ആക്സിയൽ ലിംബ് മസിൽസിനും സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് മെയിൻലി കൺട്രോൾസ് ദ പോസ്റ്റർ ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുക.
അപ്പോൾ ഫങ്ഷൻസ് കഴിഞ്ഞ് ഞാൻ ഗോയിങ് ടോക്ക് അബൌട്ട് ദി ലീഷൻസ്. അപ്പോൾ ഈ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഇൻട്രപ്റ്റഡ് എനിവെയർ. ഈ പാത്വേയിൽ ദാറ്റ് ഈസ് കോർട്ടെക്സ് തൊട്ട് സ്പൈനൽ കോഡ് വരെ എവിടെ വേണമെങ്കിലും ഇത് ഇൻട്രപ്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ വി ആർ മോർ കൺസേൺ വിത്ത് ദ മോസ്റ്റ് കോമൺ ലീഷൻ ഓഫ് ദ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട്. അതെന്ന് പറയുന്നത് എവിടെയാണ്? ഇപ്പോൾ ഇൻറ്റേർണൽ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു എൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. ആൻഡ് ഇത് വളരെ ഒരു കോമ്പാക്ട്ലി പാക്ഡ് ആയിട്ടുള്ള വളരെ ചെറിയൊരു ഓർഗനാണ്. സോ ചെറിയൊരു ലീഷൻ വന്നാൽ തന്നെ ഹ്യൂജ് ഇംപ്ലിക്കേഷൻസ് ആയിരിക്കും ഈ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ലീഷനിൽ ഉണ്ടാവുക. സോ നമുക്ക് പറയാൻ പറ്റും ദിസ് സ്മോൾ ഇൻട്രപ്ഷൻ ഇൻ ദ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ക്യാൻ ഇൻ ഫാക്ട് കോസ് കംപ്ലീറ്റ് ഇൻട്രപ്ഷൻ ഓഫ് ദ കോർട്ടിക്കോസ്പൈനൽ ഫൈബേഴ്സ്. അപ്പോൾ ചെറിയൊരു ലീഷൻ ഇൻറ്റേർണൽ ക്യാപ്സ്യൂളിൽ വരികയാണെങ്കിൽ തന്നെ വലിയൊരു ബോഡിയിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് വലിയൊരു രീതിയിലായിരിക്കും. ആൻഡ് അപ്പോൾ ക്യാപ്സുലാർ ലീഷൻ കോസസ് സംതിങ് കോൾഡ് എസ് കോൺട്രാലാറ്ററൽ ഹെമിപ്ലീജിയ. Okay, it is a type of upper motor neuron lesion, and the most common cause of this contralateral hemiplegia is rupture of Charcot's artery. Internal capsule blood supply anatomy detail പഠിക്കുന്നതാണ്. Charcot's artery ഏത് ആർട്ടറിയുടെ ബ്രാഞ്ച് ആണെന്നൊക്കെ നമുക്ക് അറിയാം. ഇറ്റ് ഇസ് lenticulostriate branch of middle cerebral artery. അപ്പോൾ ഈ ആർട്ടറിയുടെ റപ്ചർ ആണ് ജനറലി ഇന്റേണൽ ക്യാപ്സ്യൂൾ ലീഷൻ ഉണ്ടാക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് ടൈപ്പ് ഓഫ് UMN ലീഷൻ എന്ന് മനസ്സിലാക്കി. സോ അടുത്ത ഒരു സബ് ക്വസ്റ്റ്യൻ ഈ കോർട്ടിക്കോസ്പൈനൽ ട്രാക്റ്റിൽ വരുന്ന ഡിഫറൻസസ് ബിറ്റ്വീൻ UMN ലീഷൻസ് ആൻഡ് LMN ലീഷൻസ് ആണ്. സോ UMN പാരാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ലീഷനെയാണ് UMN ലീഷനായിട്ട് കൺസിഡർ ചെയ്യുക, ഏത് ലീഷനെയാണ് LMN ലീഷനായിട്ട് കൺസിഡർ ചെയ്യുക എന്നൊരു ഐഡിയ നമുക്ക് വേണം. അപ്പോൾ UMN ലീഷനാണെങ്കിൽ ഈ കോർട്ടെക്സ് തൊട്ട് ബ്രെയിൻ തൊട്ട് സ്പൈനൽ കോഡ് വരെ നമുക്ക് എന്ത് പറയാം? UMN ലീഷൻ എന്ന് പറയാം. ഇനി സ്പൈനൽ കോഡിൻ്റെ അങ്ങോട്ട് താഴോട്ട്, സ്പൈനൽ കോഡ് താഴെ പിന്നെ പെരിഫറൽ നെർവ്സ് എല്ലാം LMN ലീഷൻ എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയും അപ്പർ ലീഷൻ അല്ലെങ്കിൽ ഹയർ ലെവൽ ലീഷനാണ് അപ്പർ മോട്ടോ ന്യൂറോൺ ലീഷൻ, ലോവർ ലെവൽ ലീഷനാണ് LMN ലീഷൻ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ എനിവേ നമുക്കറിയാം ഇന്റേണൽ ക്യാപ്സ്യൂളിൽ വരുന്ന ലീഷൻ എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഇറ്റ് ഇസ് ബിറ്റ്വീൻ ആ ബ്രെയിൻ ടു സ്പൈനൽ കോഡിൻ്റെ ഇടയിലല്ലേ വരുന്നത്. അപ്പോൾ യു ക്യാൻ സേ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് UMN ലീഷൻ. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾവേസ് ഡിഫറൻസസ് ബിറ്റ്വീൻ UMN ലീഷൻ ആൻഡ് LMN ലീഷനാണ്. സോ ഈ ഒരു ടേബിൾ ആക്കി എപ്പോഴും വരും, ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ഇത് വരാം. അപ്പോൾ എങ്ങനെയാണ്? ആദ്യം ഈ പറഞ്ഞ പോലെ ഡെഫിനിഷൻ പറയാം. UMN ആണെങ്കിൽ ഫ്രം കോർട്ടിക്കൽ മോട്ടർ ഏരിയ ടിൽ ദി ആൻറ്റീരിയർ ഹോൺ സെൽ ഇൻ സ്പൈനൽ കോഡ്. LMN ആണെങ്കിൽ ആൻറ്റീരിയർ ഹോൺ സെൽസ്, നെർവ് പ്ലെക്സസ്, പെരിഫറൽ നെർവ്സ്. ഡെഫിനിഷൻ ആദ്യം പറയാം. നെക്സ്റ്റ് വൺ എന്നുള്ളത് ടോൺ ആണ്. UMN ലീഷൻസിൽ നമ്മൾ കാണുക ഇൻക്രീസ് ഇൻ ടോൺ ആണ്, ഹൈപ്പർ ടോണിയാണ് കാണുക. വെരസ് LMN ലീഷനിൽ നമ്മൾ കാണുക ഹൈപ്പോടോണിയാണ്. ഓക്കെ, ഹൈപ്പർടോണിയ ആൻഡ് ഹൈപ്പോടോണിയ. നെക്സ്റ്റ് വൺ UMN ലീഷനിൽ കാണുന്ന സ്പാസ്റ്റിക് പാരാലിസിസ് ആണ്. LMN ലീഷനിൽ കാണുന്ന ഫ്ലാസിഡ് പാരാലിസിസ് ആണ്. ഓക്കെ, then muscle atrophy is not generally seen in UMN lesion, whereas LMN lesionil നമ്മൾ muscle atrophy കാണും. Okay, then UMN lesionil only superficial reflexes are lost. In LMN lesion both superficial and deep tendon reflexes are lost. UMN lesionil deep tendon reflexes exaggerated ആണ്. Then Babinski sign is positive in UMN lesion, whereas it is negative in LMN lesion. And finally UMN ലീഷനിൽ ഗ്രൂപ്പ്സ് ഓഫ് മസിൽസ് ആണ് എഫക്റ്റ് ആവുക, വേറസ് ഇൻഡിവിജ്വൽ മസിലാണ് LMN ലീഷനിൽ എഫക്റ്റ് ആവുക. നൗ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ കോർട്ടിക്കോസ്പൈനൽ ട്രാക്റ്റിനെ പറ്റി പഠിക്കുന്നതുകൊണ്ട് വി ആർ മോർ കൺസേൺ വിത്ത് UMN പാരാലിസിസ്. നമ്മളിപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ പാരാലിസിസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വി ഹാവ് ടു ഡിസ്കസ് ദ ഫിസിയോളജിക്കൽ ബേസിസ് ഓഫ് ഈച്ച് ഫീച്ചർ ഓഫ് ഹ്യൂമൻ പാരാലിസിസ്, റൈറ്റ്? സോ അതിൽ ഫസ്റ്റ് വേണ്ട എന്താണ്? ബാബിൻസ്കി സൈൻ എന്ന് പറഞ്ഞ ഫീച്ചറാണ്. സോ ബാബിൻസ്കി സൈൻ എന്ന് പറഞ്ഞാൽ എന്താ ആദ്യം പറഞ്ഞത്? സോ നോർമലി പറയുവാണെങ്കിൽ ഒരാളുടെ ഫൂട്ട് നമ്മൾ ഇപ്പോൾ നീ ഹാമറിൻ്റെ ഷാർപ്പ് ഏരിയ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ സ്ട്രോക്ക്, ഇപ്പോൾ ഫിസിയോളജി ലാബിൽ പ്രാക്ടിക്കൽസ് ചെയ്ത് കാണും. സ്ട്രോക്ക് ചെയ്ത് കഴിയുമ്പോൾ നോർമലി ഒരു പേഴ്സൺ എലിസിറ്റ് ചെയ്യേണ്ട റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്ലാന്റാർ ഫ്ലെക്ഷൻ. നമ്മൾ കാല് ഫ്ലെക്സ് ചെയ്യുവാണ് വേണ്ടത്, ഫൂട്ട് ഫ്ലെക്സ് ചെയ്യുക വേണ്ടത്. പക്ഷേ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ലീഷൻ വന്നൊരു പേഴ്സൺ എന്താ ചെയ്യുക? അയാളുടെ തമ്പ് വിൽ തമ്പല്ല, ഐ മീൻ ദ ഗ്രേറ്റ് ടോ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഡോസി ഫ്ലെക്സ് ആൻഡ് ദ റിമൈനിങ് ഫിംഗേഴ്സ് വിൽ സിംപ്ലി ഫാൻ ഔട്ട്. ഓക്കെ, റിമൈനിങ് ടോസ് ഫാൻ ഔട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ഫീച്ചറിനെയാണ് നമ്മൾ ബാബിൻസ്കി സൈൻ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഇസ് റീസൺ ഫോർ ദിസ് ബാബിൻസ്കി സൈൻ എന്നാണ് ചോദിക്കണം. ഈ ബാബിൻസ്കി സൈൻ്റെ റീസൺ ഇസ് ബിക്കോസ്
Normally, this corticospinal tract is involved in excitation of the flexor motor neurons and inhibition of the extensor motor neurons of the digits of limb. നമ്മുടെ കാലിലുള്ള എക്സ്റ്റൻസർ മസിൽസിനെ ഇൻഹിബിറ്റ് ചെയ്യും, ഫ്ലെക്സർ മസിൽസിനെ എക്സൈറ്റ് ചെയ്യുന്ന ജോലിയാണ് കോർട്ടിക്കോസ്പൈനൽ ട്രാക്റ്റിനുള്ളത്. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുകയാണ്? കോർട്ടിക്കോസ്പൈനൽ ട്രാക്റ്റ് ഡിസ്റപ്റ്റായി പോവുമല്ലേ. അങ്ങനെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? ദർ ഇസ് നോ വൺ ടു ഇൻഹിബിറ്റ് ദ എക്സ്റ്റൻസർ മോട്ടർ ന്യൂറോൺസ്. അതുകൊണ്ടാണ് ഈ എക്സ്റ്റൻസർ പ്ലാന്റാർ റെസ്പോൺസ് പേഷ്യൻറ്റിന് വരുന്നത്. ദി സെക്കൻഡ് വൺ ഇസ് ലോസ് ഓഫ് സൂപ്പർഫിഷ്യൽ റീഫ്ലെക്സസ്. ഇപ്പോൾ സൂപ്പർഫിഷ്യൽ റീഫ്ലെക്സസ് എന്ന് പറയുമ്പോൾ വാട്ട് ടൈപ്പ് ഓഫ് റീഫ്ലെക്സസ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പോളിസിനാപ്റ്റിക് റീഫ്ലെക്സസ് ആണ് സൂപ്പർഫിഷ്യൽ റീഫ്ലെക്സസ് എന്ന്. ഇപ്പോൾ ഈ റീഫ്ലെക്സിന് എന്തൊക്കെയുണ്ട്? ഒരു ഇഫറൻറ്റ് പാത്വേ, ഒരു എഫറൻറ്റ് പാത്വേ ഉണ്ട്, ഒരു ഇഫറൻറ്റ് പാത്വേ ഉണ്ട് അല്ലേ? ഒരു സെൻസർ ഉണ്ടാവും, ഒരു എഫറൻറ്റ് പാത്വേ ഉണ്ടാവും, അത് റിലേ ചെയ്യുന്ന ഒരു സ്പൈനൽ കോഡ് ഉണ്ടാവും, ഒരു ഇഫറൻറ്റ് പാത്വേ ഉണ്ടാവും, ആൻഡ് ഒരു ഇഫക്റ്റർ ഓർഗൻ ഉണ്ടാവും. സോ ഒരു പോളിസിനാപ്റ്റിക് റീഫ്ലെക്സിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ എഫറൻറ്റ് പാത്വേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻ ദ അസെൻഡിങ് സെൻസറി സിസ്റ്റം. ഈ അസെൻഡിങ് സെൻസറി സിസ്റ്റംസിൽ എഫറൻറ്റ് പാത്വേ ഈസ് ഓൾ റൈറ്റ്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇഫറൻറ്റ് പാത്വേ ഇൻ ദ ഡിസെൻഡിങ് മോട്ടർ സിസ്റ്റം ഇസ് എഫക്റ്റഡ്. സോ എന്ത് സംഭവിക്കും? ഇഫക്റ്റർ ഓർഗൻസിലേക്ക് ഈ ഇൻഫർമേഷൻ റിലേ ചെയ്യാൻ പറ്റത്തില്ല. സോ സൂപ്പർഫിഷ്യൽ റീഫ്ലെക്സസ് ആർ കംപ്ലീറ്റ്ലി ലോസ്റ്റ്. ഇനി അടുത്തത് ഡീപ്പ് ടെൻഡൻ റീഫ്ലെക്സസ് ആർ എക്സാജറേറ്റഡ്. ഡീപ്പ് ടെൻഡൻ റീഫ്ലെക്സസ് എക്സാജറേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ നോർമലി ഇപ്പോൾ നമ്മളൊരു നീ ജർക്ക് റീഫ്ലെക്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ആക്ഷൻ മാത്രമാണ് നോർമൽ ആയിട്ടുള്ളൊരു പേഴ്സൺ തരിക. പക്ഷേ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ലീഷൻ വന്ന ഒരാൾ ആ പേഷ്യൻ്റ് ഈ റീഫ്ലെക്സ് എലിസിറ്റ് ചെയ്യാൻ പോകുന്ന ആളെ ചിലപ്പോൾ കിക്ക് ചെയ്ത് വിടാനുള്ള ചാൻസ്. ദാറ്റ്സ് കോൾഡ് ആസ് എക്സാജറേഷൻ ഓഫ് ഡീപ്പ് ടെൻഡൻ റീഫ്ലെക്സ്. ഈ എക്സാജറേഷന് കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ഇസ് ജനറലി ഇൻഹിബിറ്ററി ടു ദ ഗാമ മോട്ടോർ ന്യൂറോൺ ഡിസ്ചാർജ് ഫ്രം ദ മസിൽ സ്പിൻഡിൽ. അപ്പോൾ ഈ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് പോകുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക? ഈ ഇൻഹിബിഷൻ ഇസ് ലോസ്റ്റ്. അപ്പോൾ എന്താ? ദർ ഇസ് ഇൻക്രീസ്ഡ് ഗാമ മോട്ടോർ ന്യൂറോൺ ഡിസ്ചാർജ്. അപ്പോൾ എന്താ? മസിൽ സ്പിൻഡിൽ ഇസ് മോർ സെൻസിറ്റീവ് ടു സ്ട്രെച്ച്. സോ ദർ ഇസ് ഇൻക്രീസ് സ്ട്രെച്ച് റീഫ്ലെക്സ്. സോ അതാണ് ഡീപ്പ് ടെൻഡൻ റീഫ്ലെക്സസ് എക്സാജറേറ്റഡ് ആവാനുള്ള ഒരു കാരണം. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് മസിൽ അട്രോഫി. ഞാൻ ഓൾറെഡി പറഞ്ഞു, മസിൽസ് നോർമലി എന്ന് പറയുമ്പോൾ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ലീഷനിൽ മസിൽസിൽ അട്രോഫി കാണത്തില്ല. അട്രോഫി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗൻ കംപ്ലീറ്റ്ലി ഷ്രിങ്കായി യൂസ്ലെസ് ആയി പോകുന്ന ഒരു ഫീച്ചറാണ് അട്രോഫി എന്ന് പറയുന്നത്. സോ ഈ അട്രോഫി നടക്കുന്ന ഒന്നെങ്കിൽ ആ ഓർഗനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കോംപ്രമൈസ് ആകുമ്പോൾ, അല്ലെങ്കിൽ നെർവ് സപ്ലൈ കോംപ്രമൈസ് ആകുമ്പോഴാണ് അട്രോഫി നടക്കുന്നത്. കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ലീഷനിൽ അപ്പർ മോട്ടോർ ന്യൂറോൺസ് പോയാലും സ്റ്റിൽ പെരിഫറൽ നെർവ്സ്, നെർവ് പ്ലെക്സസ്, ലോ മോട്ടോർ ന്യൂറോൺസ് ആർ സ്റ്റിൽ ഇൻടാക്ട്. അതുകൊണ്ട് നെർവ് സപ്ലൈ ഡിസ്ട്രപ്ഷൻ വരുന്നില്ല. സോ മസിൽ അട്രോഫി കാണത്തില്ല. ബട്ട് സ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ സ്ട്രോക്ക് വന്ന പേഷ്യൻസിനെ കണ്ടാൽ നിങ്ങൾ ചിലപ്പോൾ കാണുമായിരിക്കും, അവരുടെ ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് സ്ട്രോക്ക് വന്നതെങ്കിൽ എന്താ ഈ റൈറ്റ് സൈഡ് കുറേ കാലം ഇങ്ങനെ കടന്ന് ആ റൈറ്റ് സൈഡ് ലിംബൊക്കെ ചിലപ്പോൾ യൂസ്ലെസ് ഒക്കെ ആയി പോയി കാണും. അതിന് വിളിക്കുന്ന പേര് ഡിസ്യൂസ് അട്രോഫിയാണ്. ഒരു ഓർഗൻ യൂസ് ചെയ്യാതെ ഡിസ്യൂസ് അട്രോഫി ആയിട്ട് പോകുന്നത്. ദാറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് നെർവ് സപ്ലൈ ഡിസ്ട്രപ്ഷൻ കാരണമല്ല. ഓക്കെ, ഫൈനലി സ്പാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. സ്പാസ്റ്റിക് പാരാലിസിസ് ആണ് നമുക്ക് അപ്പമോട്ടർ ന്യൂറോൺ ലീഷനിൽ കാണാൻ പറ്റും. നോട്ട് ഫ്ലാസിഡ് പാരാലിസിസ്, ടോൺ കൂടിയ പാരാലിസിസ് ആണ് കാണാൻ പറ്റുക. ഇതിന് കാരണം എന്താണെന്ന് നോക്കാം. സോ ഈ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ലീഷനിൽ ഒരിക്കലും വിചാരിക്കരുത് ഇപ്പോൾ ഒരു കോർട്ടിക്കോസ്പൈനൽ ഇൻറ്റേർണൽ ക്യാപ്സ്യൂൾ എഫക്റ്റ് ആയി കഴിഞ്ഞാൽ അയാളുടെ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് മാത്രമാണ് ഇമ്പയർഡ് ആവുക. നോ, അലോങ് വിത്ത് ദാറ്റ് കോർട്ടിക്കോ റെറ്റിക്കുലർ ഫൈബേഴ്സ്, ഒരു പ്യുവർ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ലീഷൻ എന്ന് പറഞ്ഞ ലീഷൻ ഇല്ല. അതിൻ്റെ കൂടെ മറ്റ് പല ഈവൻ ഡിസെൻഡിങ് ട്രാക്കിൽ മറ്റ് റെറ്റിക്കുലോസ് സ്പൈനൽ പാത്വേ അങ്ങനെ ഒരുപാട് പാത്വേസ് ഉണ്ടല്ലോ. ഏത് പാത്വേ വേണമെങ്കിലും ഡിസ്റപ്റ്റ് ആവാം. ടൈപ്പ് ഓഫ് ലീഷൻ ഓരോ പേഷ്യൻറ്റിലും ഓരോ പോലെയാണ് കാണുക. അപ്പോൾ ചിലപ്പോൾ കോർട്ടിക്കോ റെറ്റിക്കുലർ ഫൈബേഴ്സ് കൻ ഓൾസോ ബി ഡാമേജ്ഡ്. അപ്പോൾ ഈ കോർട്ടിക്കോ റെറ്റിക്കുലർ ഫൈബേഴ്സ് ഡാമേജ് ആയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ദേ ആക്ച്വലി ഇൻഹിബിറ്റ് ദിസ് റെറ്റിക്കുലോ സ്പൈനൽ പാത്വേ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചർ ഈ കോർട്ടിക്കോ റെറ്റിക്കുലർ ഫൈബേഴ്സിനുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കോർട്ടിക്കോ റെറ്റിക്കുലർ ഫൈബേഴ്സ് ഡിസ്റപ്റ്റ് ആയ സ്ഥിതിക്ക് എന്താ സംഭവിക്കുക? ഈ റെറ്റിക്കുലോ സ്പൈനൽ പാത്വേനെ ഇൻഹിബിറ്റ് ചെയ്യാൻ ആരുമില്ല. സോ ദർ ഇസ് ഫെസിലിറ്റേഷൻ ഓഫ് ആക്ഷൻ ഓഫ് റെറ്റിക്കുലോ സ്പൈനൽ പാത്വേ. റെറ്റിക്കുലോ സ്പൈനൽ പാത്വേ ആക്ഷൻ ഭയങ്കരമായിട്ട് കൂടുമ്പോൾ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഇൻക്രീസ് ഇൻ മസിൽ ടോൺ, ദെർബൈ കോസിങ് സ്പാസിറ്റി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഫിസിയോളജിക്കൽ ബേസിസ്. ഇപ്പോൾ ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ലെറ്റ് us ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ അതിനോട് ഇട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ 2 ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറ്റും ഇത് ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കോർട്ടിക്കോ ഹെമിപ്ലീജി, കോൺട്രലാറ്ററൽ ഹെമിപ്ലീജിയ നമ്മൾ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, 70-year-old hypertensive male has come to the hospital with complaints of inability to use the right upper and lower limb. Physical examination revealed hypertonia and exaggerated deep tendon reflexes on right side. Babinski sign was positive on the right side.
ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ യുവർ നോളജ് ഇൻ ഫിസിയോളജി. സോ നെയിം ദ ക്ലിനിക്കൽ കണ്ടീഷൻ. ഭയങ്കര എളുപ്പമാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് ഹൈപ്പർട്ടോണിയ പേഷ്യൻറ്റിനുണ്ട്, എക്സാജറേറ്റഡ് ഡീപ്പ് ഇൻറ്റൻ റിഫ്ലെക്സ് ഉണ്ട്. ആക്ച്വലി ഇറ്റ് ഇസ് എ ഹൈപ്പർടെൻസീവ് മെയിലാണ്. എപ്പോഴും ഈ സ്ട്രോക്കിൻ്റെ ഒക്കെ പ്രീഡിസ്പോസിങ് ഫാക്ടർ അല്ലെങ്കിൽ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷനാണ്. സോ പേഷ്യൻറ്റ് ഹൈപ്പർടെൻസീവ് ആണെന്ന് പറയുന്നുണ്ട്. അയാൾക്ക് ഫിസിക്കൽ എക്സാമിനേഷനിൽ ഹൈപ്പർട്ടോണിയ ഉണ്ട്, എക്സാജറേറ്റഡ് ഡീപ്പ് ഇൻറ്റൻ റിഫ്ലെക്സസ് ഉണ്ട്, ബബിൻസ്കി സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്തിന് സജസ്റ്റീവാണ്? അപ്പർ മോട്ടോർ ന്യൂറോൺ ലീഷൻസിന് സജസ്റ്റീവാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആകെ പഠിക്കാനുള്ള ഒരു അപ്പർ മോട്ടോർ ന്യൂറോൺ ലീഷനേ ഉള്ളൂ, അത് ഹെമിപ്ലീജിയാണ്. സോ ഇറ്റ് ഇസ് കോൺട്രലാറ്ററൽ ഹെമിപ്ലീജിയാണ് ഇതിന് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിയോളജിക്കൽ ബേസ്, അപ്പോൾ ഞാൻ നേരത്തെ ഹൈപ്പർട്ടോണിയയുടെയും ഡീപ്പ് ഇൻറ്റൻ റിഫ്ലെക്സിൻ്റെയും ബബിൻസ്കിയുടെ ഒക്കെ ഫിസിയോളജിക്കൽ ബേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അടുത്തത് ഡിഫറൻസസ് നമ്മൾ ടേബിളിൽ ലിസ്റ്റ് ചെയ്താൽ. പിന്നെ വൈ ബബിൻസ്കി സൈൻ ഇസ് പോസിറ്റീവ്, അതിൻ്റെ ഫിസിയോളജിക്കൽ ബേസ് നമ്മൾ നോക്കിയതാണ്. സോ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലും സെയിം പാറ്റേണിലാക്കണ്ട. ഹൈപ്പർടെൻസീവ് മെയിലാണ്, cannot use his right upper and lower limb, increased tone in some of the muscles, അപ്പോൾ ഹൈപ്പർട്ടോണിയ ഉണ്ട്, ലോസ് ഓഫ് സൂപ്പർഫിഷ്യൽ റിഫ്ലെക്സസ്, ഡീപ്പ് ഇൻറ്റൻ റിഫ്ലെക്സസ്. അപ്പോൾ അഗെയിൻ സെയിം തിങ് ഹെമിപ്ലീജിയാണ്. ഡയഗ്രാം വരയ്ക്കുമ്പോൾ എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ല, റിലേ ഓഫ് ഇൻഫർമേഷൻ കറക്റ്റായിട്ട് വരയ്ക്കണം. പേജിന് നടുക്ക് ഒരു ലൈൻ വരച്ച് വേണം വരയ്ക്കാൻ. വൈ ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ടോൺ, വൈ സ്പീച്ച് ഇസ് ലോസ്റ്റ് ഇൻ ദിസ് കണ്ടീഷൻ. അപ്പോൾ ഐ തിങ്ക് കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് എന്ന് പറഞ്ഞ എസ്സേ എളുപ്പമാണ്. ആൻഡ് എല്ലാവരും നന്നായിട്ട് എഴുതുന്നതായിരിക്കും. താങ്ക് യു.